വാത്സല്യം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതോടെ ആ സിറ്റുവേഷൻ മാറി എല്ലാരും. എനിക്കാദ്യം ഗ്രേറ്റ് ഫാദറെ കാണുമ്പോൾ എന്റെ പല്ലൊക്കെ നല്ല ഡിസോർഡർ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് പറഞ്ഞത്. എന്റെ പല്ലെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ശരിയാക്കി. അതാണ് കാണുന്നത്. എന്റെ പല്ലിന്ന് കുറെ പറയും. അത് എനിക്ക് ഇത്തിരി കഷണ്ടി ഉണ്ട് ഇവിടെ ഈ ഭാഗത്തിട്ടോ. എന്റെ അച്ഛൻ കഷണ്ടിയാണ്. അപ്പൊ അതും കുറെ എന്താണ് അച്ഛന്റെ കഷണ്ടി കിട്ടിയിട്ടുണ്ടല്ലേ എന്ന് അവനേക്ക്. മമ്മൂക്കയായിട്ട് ചെറിയൊരു വിരോധത്തിന് കാരണമായി ശ്രീ മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ കൂടെ ആദ്യ സമയത്ത് അഭിനയിച്ച ആളുകളെ ഒരു ആദരവ് രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പോകണമെന്നെല്ലാം പറഞ്ഞ് കാത്തിരിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് ആ ദിവസം ഒരു സീരിയൽ വന്നു. ഗംഭീരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സീരിയൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അതിനു മുമ്പ് ഈ മമ്മൂക്കയും ശ്രീ കെ വി ജിയും ഭയങ്കര സ്നേഹമാണ്, ഇതെല്ലാമാണ്. എങ്കിലും എവിടെയോ എങ്ങനെയോ ചില ഏകോസൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരും. അങ്ങനെ ഇരിക്കുന്ന സമയമുണ്ട്. ഞാൻ സീരിയലിൻ്റെ ഇത് ഫുള്ളായിട്ട് തീർത്തിട്ട് വരാം, വൻ നഷ്ടമുണ്ട്. ചിത്രാഞ്ജലിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂർത്തീകരിച്ച് വന്നപ്പം അവിടെ സെനറ്റ് ഹാളിൽ എത്തേണ്ട സമയം കഴിഞ്ഞ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹം നോട്ട് ചെയ്തു. പിന്നെ അടുത്ത അമ്മയുടെ മീറ്റിങ്ങിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം മുഖമെല്ലാം വലിപ്പിച്ചിറക്കി വീർപ്പിച്ച് ദേഷ്യമൊറ്റൊക്കെ ആയിരുന്നു. ഞാൻ തൊഴുതിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞുകൊണ്ടെല്ലാം പോയി. പുതിയ ഫോൺ നമുക്ക് കാണൂലല്ലേ? അതെനിക്ക് 2 ദിവസം കഴിയും. അത് ദുബായിൽ നിന്ന് വരുന്നുള്ളൂ. ഞാൻ ഒന്ന് ഞെട്ടി, ഞാൻ കൊണ്ടൊന്നും പോയി. ഇതെല്ലാം ആദ്യം ഇറക്കുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള നമുക്ക് കാട്ടിലായോണ്ട് കിട്ടിയനെ. ഏതോ കാട്ടിലായോണ്ട് പുള്ളിക്ക് ഫോൺ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആ ഫോൺ കൊണ്ടുവന്നിട്ട് മനോജേട്ടനെ എടുത്തങ്ങ് കാണിച്ചപ്പോ എന്നെ ഒന്നിതായി. കാരണം അതത്ര ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം എനിക്കറിയാം, കാരണം പുള്ളി ഇതെല്ലാം ആദ്യം ഇറക്കുന്നതാണ്. ഞാനിത് കാണിച്ചു. അതിന്റെ പുറകെ N95 ഈ നോക്കിയുടെയും കാണിച്ചു. അതൊന്ന് ഹാപ്പനിങ്ങാ. ഇത് രണ്ടും കൈവച്ചു. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഞാൻ പറഞ്ഞല്ലേ, എന്റെ ഫ്രണ്ട് ഇന്നലെ കൊണ്ടു. അല്ലെ, എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. ഇതിപ്പം തലക്കോണത്ത് കാട്ടായം അങ്ങോട്ടാരും കൊണ്ടുവരാനില്ല. എൻ്റെ ഉണ്ട്, സാധനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കറിയാൻ കിട്ടിയിട്ടില്ലെന്ന്. എന്നെ ആ സമയം മുതൽ അന്ന് വൈകുന്നേരം വരെ ഇതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്റെ പിഷു അല്ലെ, ഈ ഫോണൊക്കെ കൊള്ളാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളൊരു നടനല്ലേ? നിങ്ങളുടെ ബോഡി ആദ്യം കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ കൈക്ക് വണ്ണമില്ല, നിങ്ങളുടെ കാലിന് വണ്ണമില്ല. എന്നെ കുറിച്ച് മുഴുവൻ നിങ്ങളുടെ പ്രപ്പോഷൻ ശരിയല്ല. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരു നടൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഉപകരണം അവന്റെ ശരീരമായിരിക്കണം. ഞാനൊക്കെ കണ്ടില്ല. കേട്ടത് മനോജോട് പറഞ്ഞു, മനോജേട്ടന്റെ അരക്ക് കീബോർഡുള്ള നീളവും അരക്ക് മുകളിലോട്ടുള്ള നീളവും പ്രപ്പോഷൻ അല്ല എന്ന് പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ടോ? ഈ പറയുന്ന കുഴപ്പമൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ ചെറിയ കലിപ്പ് കൊണ്ട് പറഞ്ഞ ഒരു ഐഫോൺ ചതിച്ച അങ്ങനെ എന്നെ വൈകുന്നേരം വരെ എന്നെ കുറ്റപ്പെടുത്തില്ല. എന്നെ സെറ്റിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞതാ ഈ മമ്മൂട്ടി. അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറയും, അത് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ് എല്ലാം കാണിക്കാൻ പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ലോഹിദാസിനോട് ചോദിച്ചു, സാർ എന്തിനാണ് മമ്മൂക്കയെ കാണിക്കുന്നത്? അല്ല, ഒന്ന് കാണിച്ചേക്ക്. ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോരുത്. ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കും എന്നെൻ്റെ മനസ്സിൽ പറഞ്ഞുള്ളൂ, കൂടെ പറഞ്ഞില്ല. എന്നിട്ട് എന്നെ വൈകുന്നേരം കയറ്റി വിടുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ അതിൽ നിന്ന് വലിയ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു വലിയ സീനാണ്. ആ ഡ്രസ്സ് ഞാൻ ബിന്ദുവിന് കൊടുത്തു. ബിന്ദു ഇത് ഇടുമെന്ന് പറഞ്ഞു. ബിന്ദു ഇട്ടിട്ട് വന്നു, അഭിനയിച്ചു. നമുക്ക് ലാസ്റ്റാണ് വരുന്നത്. നമുക്ക് അതിലിടുന്ന കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ വളരെ വില കുറഞ്ഞതാണ്. മമ്മൂക്കയ്ക്കുള്ള കോസ്റ്റ്യൂം ഇച്ചിരി നല്ല രീതിയിൽ വരണം, ബാക്കിയുള്ളവരെല്ലാം താന്നിരിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് പുള്ളി. സാറിന്റെ ഫോണ് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും കോള് വന്നുകൊണ്ടിരിക്കും. മോഹൻലാൽ ഈ കഥാപാത്രത്തെയും താനാക്കി മാറ്റും. മമ്മൂട്ടി ആ കഥാപാത്രമായിട്ട് മാറും. എന്നോട് എനിക്കിത് അറിയാൻ പാടില്ലായിരുന്നു. ഇത് മമ്മൂട്ടി പറഞ്ഞു തരികയായിരുന്നു, ഇങ്ങനൊരു വ്യത്യാസമുണ്ട് ഞാനും മോഹൻലാൽ. മമ്മൂട്ടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ സെപ്റ്റംബറിലൊന്നും ഡേറ്റ് തരാനായിട്ടൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു 6 ദിവസം കിട്ടിയാൽ മതി, അതിനിടയിൽ ഞങ്ങൾ എല്ലാം ശരിപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് കേട്ടു. അദ്ദേഹം അങ്ങ് തെറിച്ചിട്ട് പറഞ്ഞു, അഡ്ജസ്റ്റ് ചെയ്യാൻ താനാരാ? എൻ്റെ കൂടെ പഠിച്ചാളോ? അതോ എൻ്റെ സുജാതിക്കാരനോ? അതോ വേറെ വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ, പിന്നെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നത്? ഞാനങ്ങ് എളിപ്പനായി. അമ്മയെ മൂകാംബികയെ എനിക്കിതിന് മറുപടി പറയണമല്ലോ എന്നിങ്ങനെ ഉള്ളുകൊണ്ട് വിളിച്ചിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറയണം, ഒരു കാര്യം ചെയ്യും, അടുത്ത സെപ്റ്റംബറിൽ ഒരു പടം ചാർട്ട് ചെയ്തോളൂ, ഞാൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട്, അടുത്ത സെപ്റ്റംബറിൽ നിങ്ങൾ എൻ്റെ പടത്തിൽ അഭിനയിക്കണം എന്ന് പറയാൻ താനാരാ നിശ്ചയിക്കണം എന്ന് പറയണം? താൻ എൻ്റെ ബാല്യകാല സുഹൃത്ത് സുജാതിക്കാരൻ. ഇദ്ദേഹം പറഞ്ഞ വേർഡെല്ലാം തിരിച്ച് സിനിമയിലെ പോലെ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് ചോദിച്ചു. ക്ഷുഭിതനായി. ഇയാളങ്ങ് ആ പടം സ്റ്റണ്ടായി.
ആദ്യമായിട്ട് മമ്മൂക്കാക്ക് കിട്ടിയ പട്ട ഏതായിരുന്നു ഓർക്കണ്ടോ? പട്ടം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. പട്ടമില്ല. ഓ തമാശ, മോന്തക്ക് രണ്ടെണ്ണം പൊട്ടിച്ചത് നിന്നോളൂ. മോഹൻലാലാണെങ്കിൽ തഞ്ചുറ്റി ഓടി തിരിഞ്ഞ് തല കുത്തിച്ചാടും ഇതൊക്കെ ചെയ്യും. മമ്മൂട്ടിക്ക് ചിലപ്പോ പറ്റത്തില്ലായിരിക്കും. ഈ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞൂടെ, പാടായിരിക്കും. പ്രണയമൊക്കെ ഇച്ചിരി പാടായിരിക്കും. വളരെ ഗൗരവത്തിലൊക്കെ ആയിരിക്കും അയാൾ പ്രണയിച്ച്. മീനാക്ഷി വന്നിട്ട് എന്ന് പറയുക, അയ്യോ എന്തൊരു ഗ്ലാമറാണ് ഇക്കയുടെ എൻട്രി വന്നപ്പോ പറയാം, അയ്യോ എത്ര കാലമായി ഇത് പറയുന്നത്, എന്തൊരു ഗ്ലാമർ മടുക്കുന്നില്ലേ, അയ്യയ്യയ്യയ്യേ ഇക്കനെ കാണിക്കുക, ഏതെങ്കിലും കഥാപാത്രത്തെ കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടോ സഹനടനെ കൊണ്ടോ സഹനടിയെ കൊണ്ടോ പറയിപ്പിക്കാം. എന്തൊരു ഗ്ലാമറായത്, ഇതാണ് ഒരു സിനിമയിൽ, എല്ലാ സിനിമയിലും മടുക്കൂലേ ഇങ്ങനെ പറഞ്ഞിട്ട്. ഒന്നും പറ്റിയില്ലല്ലോ. ഇനി പറ്റാതെ ഇയാൾക്കെന്നാ എന്നാണോ